പ്രധാനമന്ത്രിയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യത്തൊട്ടാകെ വിപുലമായ പരിപാടികൾ. കർത്തവ്യപഥിലാണ് സാംസ്കാരിക പരിപാടികൾ നടക്കുന്നത്. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചിരികയാണ്. ശ്രീകാന്ത്, 75ാം പിറന്നാൾ പ്രധാന സേവകന്റെ രാജ്യം സമുചിതമായി ആഘോഷിക്കുകയാണ്. കർത്തവ്യപഥി നടക്കുന്ന പരിപാടികളുടെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കർത്തവ്യ പഥിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനം അതിവിപുലമായി ആഘോഷിക്കുകയാണ് രാജ്യ തലസ്ഥാനം. ഇത് രാജ്യ തലസ്ഥാനത്ത് കർത്തവ്യ പഥിൽ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഈ പരിപാടികൾ ജന്മദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ, കലാപരിപാടികളൊക്കെ തന്നെ ഇവിടെ വിവിധ ഘട്ടങ്ങളിലായി അരങ്ങേറുകയും ചെയ്തു. വിവിധ പ്രദർശനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രദർശനികൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ സ്ഥാപിച്ചിട്ടുള്ള ഫോട്ടോകളുടെ ദൃശ്യാവിഷ്കാരം കാണുന്നതിന് വേണ്ടിയുള്ള QR കോഡ് ഇതിനൊപ്പം തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണുകയും ചെയ്യാം. ഇത് ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള പ്രദർശിനിയാണ്, പരിപാടിയാണ്. ഇതുപോലെ രാജ്യത്താകമാനം വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ BJP സർക്കാരുകളുടെയും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ BJPയുടെയും നേതൃത്വത്തിൽ ജന്മദിനം വിപുലമായി തന്നെയാണ് ആഘോഷിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ രീതി നമുക്ക് അറിയാം. അദ്ദേഹം ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ തൻ്റെ ജന്മദിനം അങ്ങനെ ആഘോഷമാക്കി മാറ്റുന്ന വ്യക്തിയല്ല. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത് സേവനത്തിന് വേണ്ടിയുള്ള ദിവസമാക്കി മാറ്റണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും. അതിനാൽ സേവാ പാക്ഷികമായി ഇത് ആചരിക്കുകയാണ്. ഒക്ടോബർ 2 വരെ പ്രധാനമന്ത്രിയുടെ ജന്മദിനം 75ാം ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള സേവാ പാക്ഷികം നടക്കും. വിവിധ മേഖലകളിൽ സേവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കും. അത് രാജ്യത്തുടനീളം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, BJP പ്രവർത്തകർ മാത്രമല്ല മറ്റ് നിരവധിയായ നാട്ടുകാരടക്കം പ്രധാനമന്ത്രിയുടെ ചിത്രത്തോടൊപ്പം നിന്ന് പ്രധാനമന്ത്രിയുടെ വലിയ കട്ടൗട്ടൊക്കെ വെച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ. ഈ കട്ടൗട്ടിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് മടങ്ങുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമന്ത്രിയോടുള്ള അവരുടെ ആദരവ്, പ്രധാനമന്ത്രിയോടുള്ള അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇത് ഡൽഹി സർക്കാരിൻ്റെ വിവിധ പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെയും അതോടൊപ്പം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള വികസന പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. അതേസമയം നമുക്കറിയാം, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സമൂഹ സാഹചര്യത്തിൽ നിന്നും വന്ന് RSS പ്രചാരകായി, പിന്നീട് BJP നേതാവായി, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായി ഈ രാജ്യത്തെ നയിക്കുന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം ലോക നേതാവായി വളരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഒപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും വിവിധ നേതാക്കൾ നരേന്ദ്രമോദിയെ വിളിച്ച് ജന്മദിനാശംസകൾ നേർന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ഇതിനൊപ്പം തന്നെ രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞു തന്നെ പോകണം. കാരണം 75 വയസ്സ് പൂർത്തിയായാൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്നും മാറി പുതിയൊരാൾ വരും, RSS അതിനു വേണ്ടിയുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അത് കൂടുതൽ ചർച്ച ചെയ്തത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അവരോടായി പറയാം, ഡൽഹിയിൽ ഇപ്പോഴും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെയാണ് ആ സ്ഥാനത്തുള്ളത്. അദ്ദേഹം ഇനിയും മാറിയിട്ടില്ല. കൂലങ്കുഷമായി ചർച്ചകൾ നടത്തിയ ആളുകൾ ഇനി തൽക്കാലം അത് അവസാനിപ്പിക്കാം, അവർക്ക് തൽക്കാലം ആശ്വസിക്കാം. നരേന്ദ്രമോദി തന്നെ തുടരും, വിഷമിക്കേണ്ട യാതൊരുവിധ സാഹചര്യവുമില്ല. 11 വർഷമായി ഈ രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി ആ കസേരയിൽ ഈ 75ാം വയസ്സിലും കരുത്തോടെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഊർജ്ജസ്വലനായി കരുത്തനായി തന്നെ രാജ്യത്തെ നയിക്കുന്ന, ലോകത്തിന്റെ നെറുകയിലേക്ക് നയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർത്തവ്യപഥിലാണ് ഇപ്പോൾ സാംസ്കാരിക പരിപാടികളടക്കം നടക്കുന്നത്. ഒപ്പം ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ആർഭാടങ്ങൾ ഒഴിവാക്കി സേവനപാതയിൽ, സേവന മേഖലയിലേക്ക് കൂടുതൽ സമയം കണ്ടെത്തി അത്തരത്തിൽ സമുചിതമായി പ്രധാനമന്ത്രിയുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് പ്രവർത്തകരും നേതാക്കളും ഒന്നടങ്കം, അല്ലേ?
തീർച്ചയായും. കാരണം ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഒരിക്കലും ഒരു കാലഘട്ടത്തിലും നരേന്ദ്രമോദി തൻ്റെ ജന്മദിനം ആഘോഷിക്കുക അല്ലെങ്കിൽ തൻ്റേതായി എന്തെങ്കിലും അതൊരു വലിയ ആഘോഷമാക്കി മാറ്റുക എന്നൊരു രീതി പ്രധാനമന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. അത് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ചെറുപ്പക്കാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ പ്രദർശിനി കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. 2047 വികസിത് ഭാരത് എന്ന സങ്കല്പം അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഈ കാലഘട്ടത്തിലെ യുവാക്കൾക്ക് മുന്നിലേക്കാണ്. കാരണം ഇവരാണ് വളർന്നു വലുതായി 2047 ആകുമ്പോൾ ഈ രാജ്യം വികസിത് ഭാരത്, ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഈ രാജ്യം നടന്നെടുക്കുന്നത് കാണേണ്ടത്, ഈ രാജ്യത്തെ നയിക്കേണ്ടത് അവരാണ് എന്ന സങ്കല്പത്തിലാണ് യുവാക്കളെ അദ്ദേഹം ലക്ഷ്യം വെച്ചത്. ഈ കാഴ്ച എത്ര മനോഹരമാണെന്ന് നോക്കൂ. യുവാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടുത്തറിയുന്നതിന് വേണ്ടി, വിദ്യാർത്ഥികൾ അടുത്തറിയുന്നതിനും ആ കാഴ്ചകൾ കാണുന്നതിനും വേണ്ടി ഇവിടേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കല്പം എത്രത്തോളം അവരിലേക്ക് എത്തി എന്ന് നമുക്ക് മനസ്സിലാകും. വിദൂരതയിൽ രാഷ്ട്രപതി ഭവൻ നമുക്ക് കാണാൻ സാധിക്കും. അതിന് തൊട്ടടുത്തായി പ്രദർശനികൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഇന്ന് മധ്യപ്രദേശിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത്. അദ്ദേഹത്തിന് അവിടെ വിവിധ പരിപാടികളുണ്ട്. വിവിധ വികസന പരിപാടികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങളിൽ നിന്നും പിന്നോക്കം പോകുന്നില്ല. അദ്ദേഹം തൻ്റെ എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസമായി ഇന്ന് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നു. മധ്യപ്രദേശിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കുകയും ചെയ്യും. ഇതിൽ എടുത്തു പറയേണ്ടത്, എന്നാൽ പ്രവർത്തകർ എന്തായാലും ഈ സംഭവത്തിൽ അത് കുറച്ച് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. 75 വയസ്സ് അതും കരുത്തനായി ഈ രാജ്യത്തെ നയിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രവർത്തകർ ഇത് ആർഭാടപൂർവ്വം ആഘോഷിക്കുകയാണ്. അത് പക്ഷേ പണം വാരിപ്പൊടിച്ചല്ല, നേരെ മറിച്ച് തങ്ങളുടെ കൈവശമുള്ള പണം, തങ്ങളുടെ കൈവശമുള്ള നാണയത്തുട്ടുകൾ അത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്കും ഗുണപ്പെടണമെന്ന രീതിയിൽ സേവാ പാക്ഷികമായി ആചരിക്കുകയാണ്. ഇന്നു മുതൽ ഒക്ടോബർ 2 വരെ വിവിധ മേഖലകളിൽ സേവന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യും. അതാണ് നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനത്തിൽ ഈ രാജ്യം അദ്ദേഹത്തിനായി നൽകുന്നത്. പ്രധാനമന്ത്രിയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യത്തൊട്ടാകെ അതിവിപുലമായ പരിപാടികൾ, കർത്തവ്യപഥിലാണ് സാംസ്കാരിക പരിപാടികൾ നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.